ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം രണ്ട് കുഞ്ഞ് തക്കാളിയായിരുന്നേ, ഇന്നലെ പച്ചക്കറിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. 2 തക്കാളി, അതുപോലെ സവോള ഇല്ലായിരുന്നേ, ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില കുറച്ച് വാടിയിരിക്കും കേട്ടോ, അത് ഇന്നലെയൊക്കെ എടുത്തുകൊണ്ട് വെച്ചതാണ്. അപ്പം നല്ല ഇലയൊന്നും ഇല്ല കേട്ടോ, എല്ലാം അങ്ങനെ പൊട്ടിക്കിളിച്ചിട്ടില്ല ഇതുവരെ, അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും നമ്മൾ സവോളയൊക്കെ അരിഞ്ഞ് വെച്ച് രാവിലെ കഴിക്കും ചപ്പാത്തി കേട്ടോ. ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കട്ടൻ ചായ ഇട്ട് വെച്ചതേ ഉള്ളൂ, കുടിച്ചതൊന്നുമില്ല. ഇനി കട്ടൻ ചായ കുടിക്കണം. കുക്കറിലാണ് ഞാൻ സാധാരണ ഉള്ളിക്കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ദേ നമ്മൾ ഇരുമ്പ് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പൊട്ടലും ചീറ്റലും മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തപ്പോഴത്തേക്കും അതിലേക്ക് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ തക്കാളി ഇട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശകലം പഞ്ചസാര ചേർക്കാറുണ്ട്. അപ്പോൾ തക്കാളിയുടെ ആ ഒരു ഇത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ്. തക്കാളി ഇടുന്നതിനേക്കാൾ ടേസ്റ്റാണ് ശകലം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ. എന്നാൽ കൊട്ടക്കണക്കിന് വാരിയിടാനല്ല കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തക്കാളിയുടെ ആവശ്യമില്ല. ഇന്ന് തക്കാളി ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് നന്നായിട്ട് വാടി വന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനിടുന്നത് സാധാരണ മുളക് പൊടി ആയതുകൊണ്ട് കളറ് അല്പം കുറവായിരിക്കും, പക്ഷേ എരിവ് നല്ലതുപോലെ കാണും കേട്ടോ. അതുകൊണ്ട് കുറച്ച് പൊടിയേ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയും കൂടെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ചേർക്കാൻ മറന്നുപോകും. അങ്ങനെ ദേ ഒരു മുട്ട മാത്രമേ ഫ്രിഡ്ജിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അതങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് ദേ ഇതുപോലെ ചിക്കി ഇങ്ങോട്ട് എടുത്ത് ദേ ഇതുപോലെ നമ്മളാക്കിയിട്ട് ഇങ്ങനെ റോസ്റ്റ് പരുവത്തിന് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ ചാറ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് ഒന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഗരം മസാല ഞാൻ കുപ്പിക്കകത്ത് നോക്കിയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. സാധാരണ വറുത്തിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇന്ന് പിന്നെ പെട്ടെന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി ഇങ്ങ് എടുക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ അവിടെ റെഡിയായി. അപ്പോഴത്തേക്കും വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. മീനും കൊണ്ടുവന്നു കേട്ടോ. മീൻ ചെറിയ ചൂരക്കുട്ടിയായിരുന്നു. അതവിടെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ അതേ പാൽ കൊണ്ടുവന്നപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ചായയും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുന്നേ ഉള്ള വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു, ഈ ചായ ഇങ്ങനെ ഇളക്കുന്നത് എന്തിനാണ്. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ്, ഉമ്മച്ചി ഇങ്ങനെ ഇട്ട് ഇളക്കും. പിന്നെ ഞങ്ങൾക്കും അതൊരു ശീലമായി. ചായ ഇങ്ങനെ ഇളക്കും, അതുപോലെ ഇങ്ങനെ നല്ലതുപോലെ വേവിച്ചെടുക്കണമെന്ന് പറയും. ചായ നല്ലതുപോലെ അടുപ്പിൽ കിടന്ന് ഇങ്ങനെ തിളച്ചെടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. അങ്ങനെ എന്തായാലും ചായയും അതുപോലെ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്തുക്കുട്ടിക്കൊക്കെ കൊടുത്തു. പാത്തുക്കുട്ടിയെ റെഡിയാക്കി ദിവസം ഞങ്ങൾ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം യൂണിഫോം അല്ല, കളർ ഡ്രസ്സാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ ഒന്ന് പൊടിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഭാഗ്യം കുടയെടുത്ത്, കൊച്ചിൻ്റെ കുട എടുത്തത് കൊണ്ട് ഞാൻ അവളിപ്പോൾ എന്തായാലും സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുടയുടെ ആവശ്യമില്ലല്ലോ. വൈകുന്നേരം ഞാൻ വിളിക്കാൻ പോകുമ്പോൾ കുട എടുത്തുകൊണ്ട് പോകാം മഴയാണെങ്കിൽ. അങ്ങനെ പിന്നെ അവളുടെ കുടയും എടുത്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ വന്നപ്പോൾ മഴ ചാറ്റലൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. അനിയത്തി തലേന്ന് കഴുകിയിട്ട് തുണികളൊന്നും മടക്കിയിട്ടില്ലായിരുന്നു. അവൾ അതൊക്കെ അങ്ങ് മടക്കി വെച്ച് കേട്ടോ. ഞാൻ മടക്കാതിരുന്ന 2 ദിവസം അതുപോലെ അങ്ങനെ കിടക്കും. ചിലപ്പോൾ അത് തന്നെ വീണ്ടും എടുത്ത് കഴുകേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ തുണി മടക്കാൻ എനിക്ക് ഭയങ്കര മടിയല്ല, അതങ്ങനെ കൊണ്ടിട്ട് 2 ദിവസം അതുപോലെ തന്നെ അവിടെ ഇരിക്കും. പിന്നെ ആയിരിക്കും എടുത്ത് മടക്കിയൊക്കെ ഇടുന്നത്. അങ്ങനെ എന്തായാലും ആ ഒരു ജോലി അങ്ങ് ഒതുങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ട് വന്ന്. പിന്നെ തലേന്നൊക്കെ കഴുകിയിട്ട തുണികളുണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇട്ടതൊക്കെ, അതൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ അപ്പോഴത്തന്നെ കഴുകി ഇട്ടത് കൊണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ മീൻ വെട്ടായിരിക്കുവാണ് എപ്പോഴും. അപ്പോൾ മീൻ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചൂരയായിരുന്നേ. അപ്പം ചൂരക്കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ചൂരയായിരുന്നു. അപ്പോൾ
അതിങ്ങനെ കട്ട് ചെയ്യാനിരിക്കുമ്പോൾ വാപ്പമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ കുറച്ചും വെന്ത മീനെന്ന് പറയുമ്പോൾ ഉടഞ്ഞ മീനായിരുന്നേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചന്നം പിന്നും ആക്കി തന്നാലോ എന്ന് കരുതിയിട്ട് ഞാനും തന്നെ അതങ്ങ് കട്ട് ചെയ്തെടുത്ത്. അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് മീനൊക്കെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് കറിക്കും അതുപോലെ വറുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ തേങ്ങ വറുക്കാനുള്ള സമയമൊന്നുമില്ല, വെള്ളിയാഴ്ചയല്ലേ. എനിക്ക് എഡിറ്റിങ്ങും സൗണ്ട് കൊടുക്കലും ഒക്കെ ആകുമ്പോഴത്തേക്കും പള്ളിയിൽ കുത്തുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്, നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എന്ത് ചെയ്തു, ഇപ്പോൾ പൊടികളൊക്കെ അങ്ങ് മൂപ്പിച്ചങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഉലുവ വറുത്തതില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ചട്ടിക്കകത്ത് ആദ്യം ഒന്ന് ഉലുവ മൂപ്പിച്ചെടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊടികൾ തട്ടിക്കൊടുത്തു കേട്ടോ. പിന്നെ 2 പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് ഞാനിങ്ങനെ. ചൂര ചില എല്ലാ മീനിനും ഇടത്തില്ല കേട്ടോ, ചില മീനിന് മാത്രമേ ഇടത്തുള്ളൂ. 2 പെരിഞ്ചീരകം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അരപ്പൊക്കെ അങ്ങ് അരച്ച് വെച്ച് രാവിലെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. അതും കൂടി ആ ഒഴിഞ്ഞ കുപ്പിക്കകത്തോട്ടിട്ട് മാറ്റി അങ്ങനെ കറിയൊക്കെ അങ്ങ് അടുപ്പിലോട്ടങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല ഒരു മഴ അങ്ങ് പെയ്ത് കേട്ടോ. ഒരുപാട് നേരം നിന്നതൊന്നുമില്ല, അങ്ങ് പെയ്ത് അങ്ങ് തോർന്നു. 5 മിനിറ്റ് പോലും നിന്ന് പെയ്തില്ല, എന്നാലും പെയ്ത മഴ നല്ലൊരു മഴയായിരുന്നേ. അപ്പോൾ അത് കറിയൊക്കെ തിളച്ചു, നമ്മൾ മീനൊക്കെ പറക്കി ഇട്ട് കൊടുത്തു. ഈ മഴയും വിറകടുപ്പിൽ പാചകമൊക്കെ ഒരു നൊസ്റ്റുവാണ്, പക്ഷേ ഇച്ചിരി പാടുള്ള മെനക്കേടുള്ള പണിയും കൂടെയാണ് കേട്ടോ. അങ്ങനെ പച്ചക്കറിയിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ക്യാബേജ്. അപ്പോൾ അതുപോലെ ആ ബീട്രൂട്ടൊക്കെ ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അമരപ്പയർ കുറച്ച് കൂടുതലെടുത്ത് പിന്നെ കുറച്ച് ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തോരനരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല മഴയാണ് കേട്ടോ. ഈ മഴ തോർന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തു. കടുക് താളിച്ച് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളൊന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ച് കൂടെ നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീനും കൂടെയൊക്കെ പൊരിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ച് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല പരുവത്തിന് കിട്ടി. ഞാൻ കറിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനും അടുക്കളയിൽ നിന്ന് തുടച്ചൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. നല്ല മഴയാണ്, നല്ല പെരുമഴ പെയ്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.